പഴയ ടാറ്റ അല്ല ഇപ്പോഴത്തെ ടാറ്റ. കാർ ക്ലിനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് നാളായിട്ട് എന്നാ പറയുക കോൾ സ്റ്റാർട്ടിംഗ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഒരു മുതലിനെ കിട്ടിയിട്ടുണ്ട്. എന്നാ പറയുക, കുറേ പ്രാന്തന്മാർ, അതായത് വണ്ടി പ്രാന്തന്മാരിൽ ഏറ്റവും ഇപ്പം മികച്ച് നിൽക്കുന്ന ഒരു വണ്ടി എന്ന് പറയാം, ഏറ്റവും മുൻപന്തി നിൽക്കുന്ന വണ്ടി എന്ന് പറയാം. അതായത് വേറൊരു വണ്ടിയല്ല, ടാറ്റയുടെ നെക്സോൺ എന്ന് പറയുന്ന വണ്ടിയാണ്. അതായത് എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന മാരുതി വണ്ടികളെയാണ്. കൂടുതൽ നമ്മുടെ എന്നാ പറയുക, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ട്. മാരുതി വണ്ടികളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ ടാറ്റയുടെ വണ്ടി ഇതിനു മുമ്പ് വീഡിയോയിലൊന്നും അവതരിപ്പിച്ചിട്ടുമില്ല. പക്ഷേ എന്താണെന്നറിയത്തില്ല, നെക്സോൺ എന്ന് പറഞ്ഞ വണ്ടി ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് ടാറ്റയിൽ വന്ന മാറ്റങ്ങൾ ഭയങ്കര, എന്നാ പറയുക, ടാറ്റയിൽ വന്ന മാറ്റങ്ങൾ ഭയങ്കര വലുതാണ്. അത് പഴയ ടാറ്റ അല്ല ഇപ്പോഴത്തെ ടാറ്റ എന്ന് പറയാം. നമ്മുടെ എന്നെപ്പോലെ കുറേ ചിന്തിക്കുന്നവരുണ്ടാവും. പണ്ടത്തെ ആ മൈൻഡിൽ എന്നാ പറയുക, മാരുതികളോട് കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അത് കാലത്തിനനുസരിച്ച മാറ്റമാണ് ഇപ്പം ടാറ്റ വരുത്തിച്ചിരിക്കുന്നത്. മാരുതി സേഫ്റ്റിയുടെ കാര്യത്തിൽ, മാരുതി നല്ല ചള്ളുവണ്ടി എന്നല്ല, സേഫ്റ്റിയുടെ കാര്യത്തിൽ ഭയങ്കര പുറകോട്ടാണുള്ളത്. പക്ഷെ നേരെ തിരിച്ച് നല്ല ഒരു കരുത്തനായിട്ടുള്ള വണ്ടിയാണ് ടാറ്റയുടെ വണ്ടി. ഇപ്പം നല്ല കരുത്തനാണ്, അതുപോലെ നല്ല പവർഫുള്ളാണ്. ഈ പുതിയ നമ്മളിപ്പം ഏറ്റവും പുതിയ മോഡൽ വണ്ടിയാണ് ടാറ്റയുടെ നെക്സോൺ എന്ന് പറഞ്ഞ ഈ വണ്ടി. അതായത് കൂടുതൽ എന്നാ പറയുക, ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് വന്നാൽ തന്നെ നമുക്കൊരു ചെറുക്കാനുള്ള ശക്തി ഈ വണ്ടിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ക്വാളിറ്റിയുടെ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളെല്ലാം എനിക്ക് തോന്നുന്നു നല്ല BMW ഒക്കെ ഉള്ളു പോലെ തന്നെ നല്ല അടിപൊളി ലക്ഷറി ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാളിറ്റി നല്ലോണം കൂട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് പലരും റിവ്യൂ ചെയ്തിട്ടുള്ളതാണ് നെക്സോൺ എന്ന് പറഞ്ഞ വണ്ടി, പലരും റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മളിതിൻ്റെ കാര്യങ്ങൾ കുറച്ച് എന്നാ പറയുക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇതിൻ്റെ എൻജിൻ ഭാഗങ്ങളും പിന്നെ ഇതിൻ്റെ പാർട്സിൻ്റെ ഒക്കെ വിലയും ഏകദേശം ഒന്ന് നമുക്ക് നോക്കുകയും ചെയ്യും ഈ വീഡിയോയിൽ. അതുപോലെ പുറമേ റിവ്യൂ എന്ന രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ തന്നെ നല്ല പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റും ഫുൾ LED ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇത് ഫുൾ ഓപ്ഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ ഫോഗ് ലാമ്പ് ഒന്നുമില്ല. നമ്മുടെ ഓരോരുത്തരുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തും ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നിയമങ്ങളൊക്കെ കുറച്ച് താറുമാറാണെങ്കിലും നമുക്ക് ഓരോന്ന് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് വണ്ടിയിൽ നിന്ന് നോക്കുമ്പോൾ ലുക്ക് ഏകദേശം നല്ല ലുക്കാണ്, അത്യാവശ്യം നല്ല ലുക്കുണ്ട്. നല്ല അത്യാവശ്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഈ വണ്ടിയുടെ ഉള്ളാണ്. നമുക്ക് ഈ വണ്ടിയുടെ ഓരോരോ പാർട്ട് നോക്കാം. ഇപ്പം ബോണറ്റ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പുറകുവശം നമുക്ക് നോക്കുവാണെങ്കിൽ തന്നെ അത്യാവശ്യം ഹൈറ്റുണ്ട്, നല്ല ഒരു വെറൈറ്റി ലുക്ക്. സാധാരണ വണ്ടികളില്ലാത്ത പോലെ ടാറ്റ ഇപ്പോൾ പുറകുവശം, ചില വണ്ടികൾ പുറകുവശം ബോറാക്കിയെങ്കിലും ഇതിൻ്റെ പുറകുവശം അത്യാവശ്യം നല്ല സ്റ്റൈലിഷാണ്. ബ്രേക്ക് ലൈറ്റ് ആയിക്കോട്ടെ, എല്ലാം ഒരു ഡിഫറെൻ്റ് ലുക്കും ആരും പരീക്ഷിക്കാത്ത പ്രത്യേക ഒരു മോഡലിലുമാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ പുറകുവശത്തെ ബമ്പറിൽ ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഡിക്കി നമുക്ക് തുറന്നിട്ട് നോക്കാം, ഡിക്കിയുടെ സ്പേസ് കാര്യങ്ങൾ നോക്കാം. ഡിക്കി അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഈ മോഡലിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ പുറകിലത്തെ സീറ്റിൻ്റെ കംഫർട്ടൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സീറ്റിൻ്റെ ക്വാളിറ്റി നല്ല മികച്ചതാണ്. ഇപ്പം ഇതിൻ്റെ മെറ്റീരിയൽ ആയിക്കോട്ടെ, ഇതെല്ലാം അത്യാവശ്യം നല്ല മികച്ചതാണ്. അതുപോലെ ഇതിൻ്റെ ഇപ്പം സ്റ്റെപ്പിനി ടയറിൻ്റെ സ്പേസ് കാര്യങ്ങളും എല്ലാം നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഡിക്കിയിൽ. സീറ്റിൻ്റെ അത്യാവശ്യം നല്ല ഒരു സോഫ്റ്റ്നെസ്, നല്ലൊരു കുഷ്യൻ എഫക്റ്റ് ഇതിന് കിട്ടുന്നുണ്ട്. ഡിക്കിയുടെ സ്പേസും ഫ്രണ്ടിലെ സ്പേസും മനസ്സിലാക്കി. ഇനി നമുക്കതിൻ്റെ ഉള്ളുവശവും കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ഞാൻ ടാറ്റയെ പറ്റി നേരത്തെ പറഞ്ഞതുപോലെ പഴയ ടാറ്റയില്ലെന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് ഉള്ളുവശമാണ്. ഉള്ളെന്ന് പറഞ്ഞാൽ നല്ല ഹൈ ലക്ഷറിയാണ്. നമ്മുടെ എന്നാ പറയുക, ഫുൾ ഓപ്ഷൻ അനുസരിച്ച് മാറ്റുന്നുണ്ട്. നമ്മളിപ്പം കൂടുതലായിട്ട് ഫുൾ ഓപ്ഷൻ്റെ അടുത്ത് കാണിക്കാം. ഇതിപ്പോൾ ടെസ്റ്റ് ഡ്രൈവിനെ പറ്റി പറയാം, ബാക്കി കാര്യങ്ങൾ നമുക്ക് ഫുൾ ഓപ്ഷൻ വണ്ടി പറയാം. ഇതിപ്പം നമ്മളിപ്പം ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഡീസൽ വണ്ടി ഇത് ഏകദേശം 1595 കിലോമീറ്റർ ഓടിയ പുതിയ വണ്ടിയാണ്. അന്നേരം വണ്ടി എന്നാ പറയുക
ഷോറൂമിൽ നിന്ന് ഇറക്കിയിട്ട് ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിലെ പെർഫോമൻസ് എന്ന് പറയാൻ അത്യാവശ്യം നല്ല പവർഫുള്ളാണ് വണ്ടി. നല്ല എന്താ പറയുക, അത്യാവശ്യം നല്ല പവർഫുള്ളും ഉണ്ട്, നല്ല ഫീലിംഗും ഉണ്ട്. പിന്നെ നമ്മുടെ ഓരോ മോഡിനനുസരിച്ച് സിറ്റി മോഡ് എല്ലാം സ്പോർട്സ് ടൈപ്പ് അങ്ങനത്തെ എല്ലാം ഉപയോഗിക്കുന്ന ഒരു അഡീഷണൽ ഉണ്ട്. അതുപോലെ എനിക്ക് കൂടുതൽ തോന്നിയിരിക്കുന്നത് നമ്മളിപ്പം ഈ സ്പേസ് വണ്ടികൾക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു അത്യാവശ്യം നല്ല ഒരു ലുക്കും ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം എന്താ പറയുക, നല്ല ഒരു ഫീലിംഗ് വരുന്നുണ്ട്. ഇത് ബാക്കി AC കാര്യങ്ങളെല്ലാം നമുക്ക് ഫുൾ ഓപ്ഷനിലോട്ട് നോക്കാം. ഫുൾ ഓപ്ഷൻ്റെ ഇതിൻ്റെ ഉള്ളിലെ ആ ലക്ഷറി കുറച്ചും കൂടി ഫീൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിൽ പറയാം. ഇപ്പം ഓടിക്കുന്ന ഇതിൽ തന്നെ നോക്കുവാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റിയറിംഗ് ആയിക്കോട്ടെ എല്ലാം നല്ല പവർഫുള്ളാണ് വണ്ടി. അത്യാവശ്യം നമുക്ക് സ്പേസ് എല്ലാം കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ചില വണ്ടിക്ക് നമുക്കറിയാം സൈഡ് ആംഗിളൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. നല്ല ഒരു ചെറിയ കാറിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന പോലെ നമുക്കിപ്പോൾ ഇതിൻ്റെ ഉള്ളുവശം ഫീൽ ആവുന്നുണ്ട്. ഇത് ഡീസൽ പെട്രോൾ 2 വേരിയൻ്റാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഓട്ടോമാറ്റിക്കൽ മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട്. ഇപ്പം നമ്മുടെ ഡീസൽ എഞ്ചിൻ്റെ ഉള്ളുവശം നമുക്ക് പരിചയപ്പെടാം. ഇതിൻ്റെ ABS യൂണിറ്റാണ് ഈ വരുന്നത്. അതുപോലെ എൻജിൻ മൗണ്ടിങ്, ടൈമിംഗ് ബെൽറ്റിൻ്റെ സ്ഥലം ഇതാണ്. അതുപോലെ ഡൈനാമോ ബെൽറ്റ്, AC ബെൽറ്റ് എല്ലാം അടിവശത്ത് കാണുന്നത്. AC-യുടെ പൈപ്പ് കാര്യങ്ങളെല്ലാം ഇതാണ്. അതുപോലെ ബ്രേക്ക് ഓയിൽ കാര്യങ്ങളെല്ലാം ഈ സൈഡിലാണ് വരുന്നത്. അതുപോലെ ബ്രേക്ക് ഓയിലിൽ നിന്ന് തന്നെയാണ് ക്ലച്ചിൻ്റെ ഓയിൽ എടുക്കുന്നത്. ഇപ്പോഴത്തെ ന്യൂജൻ പല വണ്ടിയുടെയും ഓയിൽ ക്ലച്ചുള്ള വണ്ടിയിൽ നിന്ന് ബ്രേക്ക് ഓയിലിൽ നിന്ന് തന്നെയാണ്, സെപ്പറേറ്റ് ഇല്ല, ബ്രേക്ക് ഓയിലിൽ നിന്ന് തന്നെയാണ് ക്ലച്ചിൻ്റെ ഓയിലും ഒരുമിച്ചാണ് പോകുന്നത്. അതുപോലെ ഇതിൻ്റെ EGR വാൽവ് ഒക്കെ EGR എല്ലാം ഈ സൈഡിലാണ് വരുന്നത്. അതുപോലെ ടർബോ പുറകു സൈഡിലും. ടർബോ അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്നുണ്ട്. ഫുള്ള് ഇലക്ട്രോണിക്സ് ടൈപ്പാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ്, നല്ല പിക്കപ്പും സഡൻ പിക്കപ്പ് എല്ലാം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കൂളൻ ടാങ്കാണ്. പിന്നെ ബാറ്ററി, ഫ്യൂസ് ബോക്സ്, പിന്നെ ലിഫ്റ്റ് പമ്പ്. ടാറ്റയുടെ എല്ലാ വണ്ടിക്കും ഈ മോഡലിൽ ലിഫ്റ്റ് പമ്പ് കൊടുക്കുന്നു. ഒരു TVS ഡെൽഫി ടൈപ്പ് ലിഫ്റ്റ് പമ്പ് കൊടുത്തിട്ടുണ്ട്. വൈപ്പർ ടാങ്ക് ഇതാണ്. അതുപോലെ ECM ഇപ്പോൾ 1600 കിലോമീറ്റർ ഓടിയാൽ ഒരു പോരായ്മ പോകുന്നത് ഇത് കണ്ടില്ലേ, ചെളി തെറിക്കുന്നുണ്ട്. ECMലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ട് ഭാവിയിൽ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. നല്ല ക്വാളിറ്റിയിലാണ് ECM കൊടുത്തിട്ട് ഉള്ളതെങ്കിലും ഇത്ര പെട്ടെന്ന് അവിടെ ചെളി തെറിച്ചത് ഒരു പോരായ്മയായിട്ട് കാണേണ്ടതുണ്ട്. അതുപോലെ എയർ ഫിൽറ്ററും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. കോമൺ റെയിൽ കാര്യങ്ങൾ ഇതാണ്. ഇഞ്ചക്ടറിലോട്ട് എണ്ണ പോകുന്ന ഇതിലെയാണ് പോകുന്നത്. എയർ ഫിൽറ്റർ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് കറക്റ്റ് കാണാൻ പറ്റില്ല. ഓയിൽ ഒഴിക്കേണ്ടത് ഇവിടെയാണ്. ഓയിൽ ഡിസ്റ്റിക്ക്. അതുപോലെ അത്യാവശ്യം പമ്പ് കാര്യങ്ങളെല്ലാം അടിവശത്താണ്. ഡീസലിൻ്റെ പമ്പ് കാര്യങ്ങളെല്ലാം അടിവശത്താണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്, കാര്യങ്ങളുമുണ്ട്. അതുപോലെ ഫാന്, 2 ഫാന്, AC-യുടെ ഫാനും റേഡിയേറ്റർ ഫാനും ഇവിടെയാണ് വരുന്നത്. അതിൻ്റെ മുമ്പിൽ റേഡിയേറ്റർ, അതിൻ്റെ മുമ്പിലായിട്ട് AC-യുടെ വരും. അതുപോലെ അടിവശത്ത് നമ്മൾ പറഞ്ഞ ഇൻ്റർകൂളർ ടർബോയുടെ റേഡിയേറ്ററും അവിടെ വരും. എൻജിൻ്റെ ഭാഗങ്ങൾ ഏകദേശം ഇത്രയാണ്. അതുപോലെ ബോണറ്റ് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നല്ല ഉറപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പം പല വണ്ടികളിലും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പ്ലാസ്റ്റിക് ടൈപ്പാണ് ഈ നമ്മൾ റേഡിയേറ്ററും AC കൺട്രോൾസറൊക്കെ പിടിപ്പിക്കുന്ന മിക്ക വണ്ടിയിലും. മാരുതിയുടെ പിന്നെയും കുറവാണ്. ബാക്കി ഹുണ്ടായി ആയിക്കോട്ടെ, ഫോർഡിൻ്റെ ആയിക്കോട്ടെ, പല കമ്പനിയിൽ പ്ലാസ്റ്റിക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആക്സിഡൻറ്റ് വരുമ്പോൾ കൂടുതൽ ഡാമേജ് വരുന്നതും അതുകൊണ്ടാണ്. ഐറ്റം ഗ്രാൻഡ് ആയിക്കോട്ടെ എല്ലാം. അന്നേരം ഇതെന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള ഉറപ്പുള്ള മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് അടിയെല്ലാം ഒരുവിധം ഇവിടെ വെച്ച് ചേർക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ബമ്പർ റെയിലെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം അതുകൊണ്ടാണ് ടാറ്റ ഒരു കരുത്തനാണ് എന്ന് പറയാൻ ചാൻസ്. അതുകൊണ്ടാണ് കുറച്ച് നല്ല എല്ലാ കാര്യങ്ങളും, നല്ല അപ്പർ പാനൽ ആയിക്കോട്ടെ, പില്ലർ ആയിക്കോട്ടെ, ഹെഡ്ലൈറ്റ് പാനൽ ആയിക്കോട്ടെ, എല്ലാം അത്യാവശ്യം നല്ല ഉറപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഡീസൽ ബിൽറ്റാണ് ഈ അടിവശത്ത് കാണുന്നത്. അന്നേരം ബാക്കി നമുക്ക് ഇപ്പം നമ്മളിത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ബാക്കി നമുക്ക് ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ വണ്ടിയുടെ ഉള്ളുവശവും അതുപോലെ സസ്പെൻഷൻ പാർട്ട്, ഇതിൻ്റെ സസ്പെൻഷൻ ലോവർ ആം, സ്റ്റെബിലിങ്, സ്റ്റീറിംഗ് ബോൾ ജോയിൻ്റ് എൻഡ്, അതെല്ലാം എങ്ങനെയുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഷോപ്പിലോട്ട് പോയിട്ട് നോക്കാം. നമ്മളിപ്പം ഫുൾ ഓപ്ഷൻ വണ്ടിയുടെ ഉള്ളിലാണ്, ഏകദേശം ഓൾഡ് മോഡൽ നെക്സോണിൻ്റെ ഉള്ളിലാണ്. ഇപ്പം അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ ആണെങ്കിൽ പുഷ് ബട്ടൺ ആണ്.
മറ്റേ ഓൾഡ് മോഡൽ കീല് തന്നെയാണ്. അതുപോലെ ഇപ്പോൾ എയർ വെൻ്റ് ഒക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ബെൻസ് X1 BMW X1 ഒക്കെ ഫീലാവുന്ന ടൈപ്പിലുള്ള എയർ വെൻ്റാണ് വരുന്നത്. അത്യാവശ്യം നല്ല എന്താ പറയുക, നല്ല മാച്ചിങ് ആയ ഇതാണ്. അതുപോലെ നല്ലൊരു സെറ്റ് കൊടുത്തിട്ടുണ്ട്, ടച്ച് സെറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഹൈ ലുക്കെന്ന് പറയാം ആ സെറ്റിൽ തന്നെ. അതുപോലെ ഓട്ടോമാറ്റിക് AC കൊടുത്തിട്ടുണ്ട്. ഗിയർ ആണെങ്കിൽ തന്നെ 6 സ്പീഡാണ്, 6 സ്പീഡ് വണ്ടിയാണിത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരെയും വരുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ ഹാൻഡ് വെക്കുന്ന കൈ വെക്കുന്ന സ്ഥലമാണെങ്കിൽ തന്നെ ഒരു നല്ല എന്താ പറയുക, നല്ല ഒരു ലുക്ക് ഫീൽ ആവുന്നുണ്ട്. അതുപോലെ ഡ്രൈവിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ സിറ്റിയും സ്പോർട്സ് മോഡലും ഇക്കോ മോഡും എല്ലാം ഉണ്ട്. എന്താ പറയുക, അത്യാവശ്യം നല്ല സ്പോർട്സി ലുക്കും എല്ലാം ഫീല് തരുന്നുണ്ട്. അതുപോലെ ഡാഷ്ബോർഡിലെ ഇതും മെറ്റീരിയലും ഡോർ പാഡിൻ്റെ മെറ്റീരിയലാണെങ്കിൽ ഒരു സിൽവർ ക്രോമിൽ ഇന്നർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാം കൊണ്ട് നല്ലൊരു ലക്ഷറി ഫീൽ ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട് നമുക്ക്. സസ്പെൻഷൻ്റെ ഭാഗത്തിലാണുള്ളത്. അതായത് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ലേശം ഹെവി ഫുള്ളാണ്. ഇപ്പോൾ ഷോക്ക് ആബ്സറൊക്കെ ആണെങ്കിൽ തന്നെ നല്ല ഹെവി ആയിട്ട് തോന്നിക്കുന്നുണ്ട്. കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ABSൻ്റെ ഓരോ 4 വീലിലോട്ട് ABSൻ്റെ സെൻസർ വരുന്നുണ്ട്. അതിൻ്റെ ABS സെൻസറിൻ്റെ യൂണിറ്റാണ്. അതുപോലെ ബ്രേക്ക് പാഡ് ഇവിടെയാണ് വരുന്നത്. ബ്രേക്ക് പാഡ് കാര്യങ്ങളെല്ലാം ഇതാണ്. അതുപോലെ ആക്സിലിൻ്റെ നട്ടും, ആക്സിൽ എന്ന് പറയുന്ന സാധനം ഇതാണ്. അതായത് വീലിന് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയതുകൊണ്ട് വീലിന് ഡ്രൈവ് കൊടുക്കുന്ന ആക്സിൽ എന്ന് പറയുന്ന സാധനം ഇതാണ്. ഷോക്ക് ആബ്സർ, അതുപോലെ സ്റ്റെബിലിങ്, അതുപോലെ ബാലൻസ് റാഡ് എന്ന് പറയുന്ന സാധനം. ലോവറാമിന് 1900-2000 രൂപയേ ഉള്ളൂ. ബാലൻസ് റാഡ്, ബുഷ്, സ്റ്റെബിലിങ് ഇതൊക്കെയാണ് നമ്മൾ കട്ടറി ആടുമ്പോൾ കൂടുതൽ പോകുന്ന സാധനമാണ് ഈ സ്റ്റെബിലിങ് എന്ന് പറയുന്ന സാധനം. ബാലൻസ് റാഡ്, ബുഷ്. അതുപോലെ ഇതിൻ്റെ ക്രോസ് മെമ്പർ എന്ന് പറയും, അതായത് സസ്പെൻഷൻ ഫ്രെയിം എന്ന് പറയും, ക്രോസ് മെമ്പർ എന്ന് പറയും. ഇതിൻ്റെ മുകളിലാണ് എല്ലാ സസ്പെൻഷൻ്റെ പാർട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഷോക്ക് ഒഴികെ ബാക്കിയെല്ലാം സസ്പെൻഷൻ പാർട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മുകളിലാണ്. അതുപോലെ സ്റ്റിയറിങ്ങിൻ്റെ നമ്മൾ അലൈൻമെൻറ്റ് അഡ്ജസ്റ്റ് ആക്കുന്ന ഇതിൻ്റെ മുകളിലാണ്. സ്റ്റിയറിങ്ങിൻ്റെ ടൈറോയ്ഡ് എൻഡും സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റും അതിൻ്റെ ബൂട്ടാണ് ഇത്. ഇപ്പം നമ്മൾ അതുപോലെ ബ്രേക്ക് ഫ്ലൂയിഡ് വരുന്ന പൈപ്പാണിത്. ഇപ്പം കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. സസ്പെൻഷൻ പാർട്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ലോവർ ആം ഒക്കെ ആണെങ്കിൽ നല്ല ഹെവി ഫുള്ളാണ്, ലൈറ്റ് വെയിറ്റ് അല്ല, നല്ല ഹെവി ആയിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടാറ്റയുടെ ഇപ്പം ഞാൻ ആക്സിൽ പറഞ്ഞു ഏകദേശം 12 സംതിങ് ആണ് ആക്സിലൊന്നും അങ്ങനെ പോകുന്ന സാധനമല്ല. അതുപോലെ സ്റ്റെബിലിങ്ങിനും 1000 സംതിങ് രൂപ 2 ജോഡിക്കെന്ന് തോന്നുന്നു. അതുപോലെ സാധനത്തിന് ക്വാളിറ്റി ഉണ്ട്, അങ്ങനെ പോകുന്ന സാധനമല്ല. ഇതിൻ്റെ സസ്പെൻഷൻ പാർട്ട് ഏകദേശം മനസ്സിലായല്ലോ, ഇതാണുള്ളത്. ഇന്ന് നമ്മൾ ഈ നെക്സോണിൻ്റെ ഈ വണ്ടിയെ പറ്റിയും വണ്ടിയുടെ പെർഫോമൻസിനെ പറ്റിയും നമ്മൾ മനസ്സിലാക്കി. അന്നേരം ഇതിൻ്റെ ഓണർ നമ്മുടെ ഒരു കൂട്ടുകാരനാണ്, ഡീനാണ്. ഡീനോട് തന്നെ നമുക്ക് ഇതിൻ്റെ വിലയും കാര്യങ്ങളും ചോദിച്ചറിയാം. ഈ വണ്ടീൻ്റെ വില എന്ന് പറയുമ്പം ഏകദേശം 10,58 10,58,000 രൂപ. അപ്പം കുറച്ചും കൂടെ വർക്ക് ബാക്കിയുണ്ട്. വണ്ടീൻ്റെ മുമ്പിലത്തെ ലൈറ്റ് മാറ്റാനുണ്ട്. അപ്പം ഏകദേശം എല്ലാം ചെയ്യാനുണ്ട്. അതുപോലെ എന്താണ് ഡീൻ ഇത് എടുക്കാൻ ഒരു പ്രചോദനമായത്? ടാറ്റേൻ്റെ ഇപ്പം വരുന്ന വണ്ടികൾക്ക് നല്ല എന്താ പറയുക മൂവിങ് ഉണ്ട്. അപ്പം
നമ്മൾ ഇതിനു മുമ്പ് യൂസ് ചെയ്ത വണ്ടി എർട്ടിഗയാണ്. അതെ അതെ, ഡീനെ എർട്ടിഗയാണ് യൂസ് ചെയ്തത്. അന്നേരം എർട്ടിഗയിൽ നിന്ന് മാറി ചിന്തിച്ചാണ്, ഒരു വണ്ടികളെ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഏറ്റവും ടോപ്പൻ്റെ നല്ല ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള വണ്ടിയാണ് നെക്സോണിന്റെ വണ്ടിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓടിച്ചിട്ടൊക്കെ നല്ല പെർഫോമൻസ് ആണ്. നമ്മൾ മറ്റേ മാരുതിയിൽ നിന്നോട് മാറുമ്പോൾ പെർഫോമൻസ് ബേസിൽ നല്ല ഹൈ ക്ലാസ് ആണ്. അതുപോലെ പിക്കപ്പ് കാര്യങ്ങളെല്ലാം നല്ല വണ്ടിയാണ്. പിക്കപ്പിൽ മറ്റേ എർട്ടിഗേനെ വെച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ വേറെ പല വണ്ടി പുള്ളി യൂസ് ചെയ്തതാണ്. വേറെ ഏതാണ് മറ്റേ എസ്ക്രോസ് ഉണ്ട്. അടുത്ത നമ്മൾ റിവ്യൂ പ്രതീക്ഷിക്കുന്ന വണ്ടിയാണ് എസ്ക്രോസും പുള്ളിയുടെ അടുത്ത് തന്നെ ഉണ്ട്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അന്നേരം ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.